ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ ഒരു സൺഡേ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നലെ ടൂറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 9:15 ആയിട്ടുണ്ട്. ഇപ്പം എണീറ്റിട്ടുള്ളൂ കേട്ടോ. എല്ലാവരും എണീറ്റിട്ടില്ല. ഞാനും തുമ്പിക്കുട്ടിയും മാത്രമേ എണീറ്റിട്ടുള്ളൂ. പിന്നെ ആരാ സുക്രും സുധിച്ചേട്ടനും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ നല്ല ക്ഷീണമുണ്ട് കേട്ടോ തുമ്പിനെ. സൂപ്പർ. തുമ്പിത അവിടെ ഇങ്ങനെ ഓടിപ്പാടി നടക്കുന്നുണ്ട്. വലിയ മൂഡ് കുറവൊന്നുമില്ല, അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല കേട്ടോ. പിന്നെ എനിക്ക് ഇനി ഒന്നേന്ന് തുടങ്ങണം. എന്നിട്ടാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഒരു പിടുത്തില്ല. മൊത്തത്തിൽ ഞാൻ ആകെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ്. എന്തുണ്ടാകണം. എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ട് കേട്ടോ. വണ്ടിയിലൊക്കെ ആകെ അറുമാതിച്ചതിൻ്റെ ക്ഷീണം എനിക്ക് ഇപ്പോഴാണ്. ഞാൻ മുഖമൊന്നും കഴുകിയിട്ടില്ല കേട്ടോ. ആകെ കൂടെ പണിപെട്ടിരിക്കുകയാണ്. പിന്നെ എനിക്കൊന്ന് വീഡിയോ എടുക്കണം എന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നില്ലേ. പക്ഷെ എന്നാലും എനിക്ക് വീഡിയോ എടുക്കാണ്ടൊരു കൈവറ പോലെ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എടുക്കണത്. ഇപ്പം എന്നിട്ടാ ഇപ്പം കുറച്ച് ബീഫ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അതൊന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ഉള്ളിയൊക്കെ കൂടുതലിട്ടിട്ട്, സവാള ഇല്ലാണ്ട് ഉള്ളി മാത്രം ഇട്ടിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാവുമ്പോൾ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കാം, പിന്നെ ഉച്ചയ്ക്ക് ചോറും അതും കൂട്ടി തിന്നല്ല. അപ്പോൾ ഈ ഒരൊറ്റ കറിയും കൊണ്ട് രാവിലെയും ഉച്ചയ്ക്കലത്തെ നമുക്ക് തീർക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് വെള്ളത്തിലിടട്ടെ കേട്ടോ. വെള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിൽ അതവിടെ കിടന്ന് കുതിരട്ടെ. നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് വേണ്ടുന്ന കാര്യങ്ങൾ തീർക്കാം. പാലൊന്നുമില്ല കേട്ടോ. പിന്നെ പാലൊക്കെ ഞാൻ മേടിക്കാൻ പോകാൻ എനിക്ക് മടിയാവണം. അപ്പം ഞാൻ കട്ടൻ ചായ തന്നെ തിളപ്പിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ആ പോണ ഒരു ഉഷാറ് നമുക്ക് വരുമ്പോൾ ഉണ്ടാവില്ല ടൂറൊക്കെ. കാരണം നമ്മൾ അവശതയായിപ്പോൾ. പിന്നെ ഭയങ്കര വെയിൽ വരുന്നുണ്ട് അവിടെ. പക്ഷേ അടിപൊളി ടൂറായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇനിയിപ്പോൾ അവരുടെ കൂടെയൊക്കെ ഇനി പോകല് നടക്കില്ല. എല്ലാവരും ഒരേ വൈബായിരുന്നു. അർമാദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർമാദിച്ച് ഇങ്ങോട്ട് തിരിച്ചു വരുന്ന ഒരു മാപ്രാണമൊക്കെ എത്തിയോണ്ട് ഞാൻ ചത്ത്. എനിക്ക് പിന്നെ അനങ്ങാൻ പറ്റില്ല. അത്രയ്ക്ക് ഞാൻ കിടന്ന് തുള്ളിയിട്ടേ. പിന്നെ ഒട്ടും വയ്യാണ്ടായിട്ടോ. ഞാൻ എന്തിനാണ് ബീഫ് കറിയൊക്കെ വെക്കണ ഡീറ്റെയിലൊന്നും കാണിക്കുന്നില്ല കേട്ടോ. വെറുതെ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ക്ഷമിക്കാണ്. ഡീറ്റെയിലൊക്കെ ആയിട്ട് ഇനി അടുത്ത വ്ളോഗിലൊക്കെ കാണിക്കാം. ഞാനിപ്പോൾ ഓരോന്ന് ചെയ്യണത് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. തുമ്പി ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തിട്ടാ സുക്രൂന് നല്ല ക്ഷീണമുണ്ട് കേട്ടോ. പാവം, അവനും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഞാൻ ആദ്യം പോയി പല്ല് വെച്ചിട്ടൊന്ന് ചായ കുടിക്കട്ടെ. ഓക്കെ. അങ്ങനെ എണീറ്റ് പാടെ തന്നെ പല്ല് തേക്കാനായിട്ട് തുടങ്ങുകയാണ്. പേസ്റ്റിൻ്റെ അടിയന്തരം വരെ ഞാൻ കഴിച്ചെടുക്കും കേട്ടോ. എന്നിട്ടായിരിക്കും അടുത്ത പേസ്റ്റ് എടുക്കുക. നമ്മൾ കുറേ നാളിപ്പോൾ ഇത് ഫുള്ള് തീർന്നെന്ന് വിചാരിച്ചാലും കുറേ നാൾക്ക് ഉണ്ടാവും കേട്ടോ. നമ്മളിങ്ങനെ അമർത്തി എടുത്ത് അവസാനം പകുതി വെട്ടി അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ പേസ്റ്റിൻ്റെ ഒരു അംശം പോലും ഇല്ലാണ്ട് നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്ന് മോയ്സ്ചറൈസർ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നമ്മൾ എന്തായാലും മോയ്സ്ചറൈസർ ഇട്ടേ തീരൂ. എന്നാലാണ് നമ്മുടെ സ്കിന്നൊന്ന് സോഫ്റ്റായിരിക്കുക, അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യും, മുടിയൊക്കെ ഒന്ന് ഒതുക്കി കെട്ടാണ്. ഇന്ന് എൻ്റെ തല കഴുകേണ്ട ദിവസമാണ് കേട്ടോ. ഞാൻ ആഴ്ചയിൽ ഇപ്പോൾ 2 ദിവസം മാത്രമാണ് തല കഴുകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെയർ ഫോണിൽ ഭയങ്കരധികം വ്യത്യാസമുണ്ട് കേട്ടോ. അങ്ങനെ അത് മുടിയൊക്കെ ഒന്ന് ചീകി ഒന്ന് ഒതുക്കി കെട്ടി വെച്ചു. പിന്നെ ഒരു പൊട്ടും കുത്തി, അതേപോലെ തന്നെ ഒരു ലിപ് ബാം ഇട്ടു കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മ ഇപ്പോൾ കാണുമ്പോൾ എന്നോട് പറയും, ലിപ്സ്റ്റിക്കൊക്കെ ഇടുന്ന ഇത്തിരി ആർഭാടല്ല ഉണ്ണി. അപ്പോൾ അമ്മക്ക് ഈ ലിപ് ബാമിനെ പറ്റിയൊന്നും വലിയ കാര്യമായിട്ട് അറിയില്ല. അപ്പോൾ ഞാൻ പറയാം, അമ്മ അത് ലിപ് ബാമാണ്, ലിപ്സ്റ്റിക്കല്ല. നമ്മുടെ മോയ്സ്ചറൈസർ ഇടുന്ന പോലെ തന്നെ ചുണ്ടിന് മൃദുത്വം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ. അങ്ങനെ അമ്മനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കട്ടെ. അങ്ങനെ എന്ത് ചെയ്തു, നമ്മൾ ചായയൊക്കെ തിളപ്പിച്ചു. ചായ ഒരു ഗ്ലാസ് എനിക്ക് എടുത്തു, പിന്നെ കുറച്ച് ഫ്ലാസ്കിലാക്കി വെച്ചു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ചായയും ഒരു ബിസ്ക്കറ്റും കൂടെ കഴിച്ചിട്ട് ഏകദേശം 10 മണി ആവാറായിട്ടുണ്ട്. എനിക്ക് വിശക്കണമൊന്നുമില്ല, എന്നാലും ഒരു പരവശത്തിൻ്റെ പേരിൽ ഞാൻ ചായ കുടിക്കുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് പാലും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇന്നലത്തെ ടൂറിൻ്റെ ഹാങ് ഓവർ ഇതുവരെ തീർന്നിട്ടില്ല കേട്ടോ. ഭയങ്കര ഒരു വെളിവില്ലാത്ത അവസ്ഥയിലാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, പിന്നെ ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് എനർജി ആയിട്ട് മാറും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചോറിനാണ് വെച്ചത്. അപ്പോൾ ഈ ചോറ് അടപ്പത്തിട്ടിട്ട് ഞാൻ കെറ്റിലില്ല, അതായത് എൻ്റെ ഗ്യാസ് തീരാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഗ്യാസ് അമ്മ വരുമ്പോഴാണ് കൊണ്ടുവരാം കേട്ടോ. പിറ്റേ ദിവസം അമ്മ വരുന്നുണ്ട്. അപ്പോൾ അമ്മ വരുമ്പോൾ കൊണ്ടുവരുള്ളൂ. അപ്പോൾ മാക്സിമം ഗ്യാസ് തീരാണ്ട് നോക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോറ് വെക്കാനായിട്ട് വെള്ളവും ഞാൻ എന്ത് ചെയ്തു,
കെറ്റിലാണ് ചൂടാക്കി ഒഴിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ രാവിലെ എന്തിട്ടാ ചപ്പാത്തിയും ബീഫ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ബീഫ് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ചപ്പാത്തിക്ക് കുഴക്കാണ്. നല്ലോണം എന്ത് ചെയ്തു, നല്ലോണം കുഴച്ചതിന് ശേഷം കുറച്ച് നേരം അടച്ച് വെക്കണം കേട്ടോ. അപ്പം നല്ല സോഫ്റ്റ് ചപ്പാത്തി കിട്ടും, ഇങ്ങനെ പൊന്തി വരുന്ന ചപ്പാത്തിയൊക്കെ കിട്ടും കേട്ടോ. പിന്നെ എൻ്റെ ഷേപ്പ് ഒന്നും ആരും നോക്കരുത്, ആഫ്രിക്കയുടെ ഷേപ്പായിരിക്കും. എനിക്കങ്ങനെ വട്ടത്തിൽ കറക്റ്റായിട്ട് കിട്ടാറില്ല കേട്ടോ. പക്ഷേ പണ്ടത്തേനേലും ഭേദമാണ് ഇപ്പോൾ എന്ന് എനിക്ക് തോന്നാറുണ്ട്. പണ്ട് എനിക്ക് ഒട്ടും ഷേപ്പ് കിട്ടൂലായിരുന്നു. അപ്പോൾ ഞാൻ ചട്ടി അടപ്പത്ത് വെച്ചപ്പോഴാണ് നമ്മുടെ ഫ്രണ്ടിൽ മറ്റേ പ്ലാസ്റ്റിക്കൊക്കെ എടുക്കണ വലിയമ്മമാർ വന്നത്. അപ്പോൾ അവരായിട്ട് കുറച്ച് നേരം ഇരുന്ന് അവർക്ക് 2 ഓറഞ്ചൊക്കെ കൊടുത്തിട്ടോ. കാരണം ഭയങ്കര പുരിവെയിലാണ്. അപ്പോൾ നമുക്ക് സങ്കടം തോന്നും. അവർ ഈ രാവിലെ തന്നെ എന്തിട്ടാണ് വെയിലത്ത് വരുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും തണുത്തതുണ്ടെങ്കിൽ കൊടുക്കാൻ തോന്നുന്നു. അപ്പം ഞാൻ 2 ഓറഞ്ച് കൊടുത്തു. അങ്ങനെ അവരതൊക്കെ ഇരുന്ന് തിന്നു കേട്ടോ. പിന്നെ എൻ്റെ വീട് കണ്ടിട്ട് ഇപ്പോൾ ആരും ഞെട്ടണ്ട, ആകെ അലങ്കോലമായിട്ട് കിടക്കാണ്. പിന്നെ ഒന്നേം തുടങ്ങിയിട്ടാണ് ആകെ വൃത്തിയാക്കാനായിട്ട്. നമ്മൾ ടൂറൊക്കെ പോയിട്ടുള്ള ബാഗും കാര്യങ്ങളൊക്കെ നടുമുറിയിലൊക്കെ തന്നെ എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ചപ്പാത്തി 2 പാനിലായിട്ട് ചുട്ടെടുക്കുകയാണ്. ഞാൻ ചപ്പാത്തി ചുടുമ്പോൾ എപ്പോഴും 2 പാൻ എടുക്കാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ നിന്ന് നമുക്ക് ഉപ്പാട് കത്തും. ചപ്പാത്തി വേവാനായിട്ട് കുറച്ച് നേരം വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 പാനിലാകുമ്പോൾ പെട്ടെന്ന് കഴിയണ പോലെ തോന്നും. പിന്നെ സ്ലാബിൻ്റെ അവസ്ഥ പറയണ്ടല്ലോ, ചപ്പാത്തി പരത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ അവിടെ ഇവിടെയൊക്കെ ഇതാക്കി അപ്പാടെ തന്നെ ഇതാക്കിയില്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ഒട്ടി കേട്ടോ. അപ്പം ഞാൻ കുഴച്ച് കഴിഞ്ഞ് അപ്പം തന്നെ ഇത് നന്നായിട്ട് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എന്താണ്, ഈ ഒരു സമയമാകുമ്പോഴേക്കും എനിക്ക് കുറച്ച് ഉഷാറൊക്കെ വന്നു തുടങ്ങിയിട്ട്, ആ ചായ അങ്ങോട്ട് കുടിച്ചപ്പോൾ നമുക്ക് കുറച്ച് ഉഷാറ് വന്നു തുടങ്ങി. അപ്പോൾ ഇതേ നമ്മുടെ സുധിച്ചേട്ടൻ എണീറ്റിട്ടുണ്ട്. അപ്പോൾ സുധിച്ചേട്ടനുള്ള ചായ കൊടുക്കാൻ കേട്ടോ. ഇന്ന് ബീഫ് കറിയും ചപ്പാത്തിയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ സുധിച്ചേട്ടൻ്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടി ഗൈസ്. കാരണം സുധിച്ചേട്ടന് ഫേവറേറ്റ് ആണ്. പ്രത്യേകിച്ച് ഈ ഞായർ ദിവസങ്ങളിൽ ആൾക്ക് ഫേവറേറ്റ് ഉള്ളതൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ഈ ഇട ദിവസങ്ങളിൽ സമാധാനമില്ലാതെ നമ്മൾ ഓടിപ്പടയണം, അതായത് കടയിൽ പോകാനായിട്ട് ഓടിപ്പടയണ സമയത്തൊക്കെ എനിക്ക് ഞാൻ ആധികാരികമായിട്ട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കുക. ഞായറാഴ്ചകളിൽ വേണമെങ്കിൽ വല്ല സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിക്കളെ. സൂചിച്ചേട്ടൻ എപ്പോഴും പറയാം, എനിക്ക് മര്യാദയ്ക്ക് ഇരുന്ന് തിന്നാൻ നേരത്തെ അവൾ എന്തിട്ടാണ് ചെറിയത് എന്തെങ്കിലും ഉണ്ടാക്കുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് തിന്നാൻ സമയമില്ലാത്ത സമയത്ത് എന്ത് ചെയ്യും, ഭയങ്കര സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നവർ കേട്ടോ. പിന്നെ ചപ്പാത്തി ബീഫാണെന്ന് പറഞ്ഞപ്പോൾ സൂചിച്ചേട്ടൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഞാൻ ഇന്നലെ ടൂറ് പോയി കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളല്ല, തുമ്പിക്ക് സുക്രൂനും കളിപ്പാട്ടങ്ങളുണ്ടല്ലോ. അപ്പോൾ സുക്രൂന് തോക്കാണ് മേടിച്ചത്. അപ്പോൾ അത് സൂചിച്ചേട്ടൻ എങ്ങനെയാണ് അതൊക്കെ ശരിയാക്കണേന്നൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് സുക്രൂന്. പിന്നെ തുമ്പിക്കാണെങ്കിൽ ബാർബിയുടെ ഇതാണ് മേടിച്ചത്. പക്ഷേ തുമ്പിക്ക് ബാർബി വലിയ വശില്ല എന്നല്ല, വലിയ കാര്യമില്ല അവൾക്ക് നമ്മുടെ സുക്രൂൻ്റെ തോക്ക് മതി. തോക്കിലാണെങ്കിൽ കുറച്ച് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഡേഞ്ചറായിരുന്നു കേട്ടോ സാധനം. പിന്നെ എൻ്റെ കണ്ണ് എപ്പോഴും 2ൻ്റെ മേലുള്ളത് കാരണം ഇങ്ങനെ ഞാൻ അവരിങ്ങനെ ഉണ്ടിടുമ്പോൾ ഞാൻ പറയും തുമ്പിടെ അടുത്ത് കൊള്ളിക്കരുത്, ഇങ്ങനെയൊക്കെ പറയും. അങ്ങനെ ഒരു കണക്കിന് പക്ഷെ ഉള്ളതായി മേടിച്ചു പോയി, അത് ഞാൻ ശ്രദ്ധിച്ചില്ല, അത് വേറെ കാര്യം. എന്നാലും വലിയ കുഴപ്പമില്ല കേട്ടോ. പക്ഷെ ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് ആ ഒരൊറ്റ ഉണ്ട പോലെ ഇപ്പോൾ കാണുന്നില്ല, എല്ലാം എവിടെയൊക്കെയോ പോയി. അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ നിറയെ ഉള്ളി ഇട്ടിട്ടാണ് കേട്ടോ ബീഫ് വെക്കുന്നത്. അപ്പോൾ സുധിച്ചേട്ടൻ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരാണ്. പൊടി വറുക്കണം, മല്ലിപ്പൊടി ഇത്ര ഇതെടുക്കണം, മറ്റേതെടുക്കണം. ആൾക്ക് അത്യാവശ്യം പാചകമൊക്കെ അറിയാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞു തരാണ്. അപ്പോൾ ബീഫ് നല്ലോണം കുതിർന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഒന്ന് വാറ്റി വെക്കുകയാണ്. പിന്നെ നമ്മളിത് മുളക് പൊടി, മല്ലിപ്പൊടി ഇത്തിരി കൂടുതലെടുത്തു. അതിനുശേഷം മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി ഒന്ന് ഗ്യാസിലിട്ടൊന്ന് മൂപ്പിക്കണം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സവാളേനയിലും ടേസ്റ്റാണ് ചെറുള്ളി ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. ആരെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, സൂപ്പറാണ് കേട്ടോ. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുള്ളൂ, 3 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ ആവശ്യത്തിന് മസാലപ്പൊടിയും കുരുമുളക് പൊടിയും, അത് നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് എടുത്തോളൂ കേട്ടോ. പിന്നെന്താ, നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് നല്ല വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കണം കേട്ടോ. അതൊക്കെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വർദ്ധിപ്പിക്കുന്ന സാധനങ്ങൾ. വെളിച്ചെണ്ണയിൽ ഒരു പട്ട, എന്തെങ്കിലും ഗ്രാമ്പും കൂടി ഇടാട്ടെ, ഞാനത് ഇടാറുണ്ട്, നല്ല ടേസ്റ്റായിട്ട് തോന്നാറുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ആദ്യം തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാണ് ആദ്യം ഇടേണ്ടത്. അതിൻ്റെ ആ ഒരു പച്ചക്കുത്ത് മാറിയതിന് ശേഷമാണ് ഞാനിവിടെ എന്തിട്ടുന്നത്, ഉള്ളി അരിഞ്ഞ് വെച്ചതും അതേപോലെ തന്നെ തക്കാളി മസ്റ്റായിട്ട് ഇടണം കേട്ടോ. പിന്നെ കറിവേപ്പില കുറച്ചധികം തന്നെ ഇടുന്നുണ്ട്. ഞാൻ കറിവേപ്പില ഇടുമ്പോൾ കുറച്ച് തണ്ടും കൂടി ഇടാറുണ്ട് കേട്ടോ. എല്ലാത്തിനും അതിൻ്റേതായ ഫ്ലേവറും കാര്യങ്ങളും ഉണ്ട്. ഇനി അതൊക്കെ ഒന്ന് മൂടി വെച്ച് വാടുന്ന സമയം കൊണ്ട് നമ്മൾ വെറുതെ ഇരിക്കാൻ പാടില്ലല്ലോ. കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്, ഇത്രയും നേരം ചെയ്ത പണിയുടെ പാത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ കഴുകി വെച്ചിട്ട് സ്ലാബൊക്കെ ഒന്ന് തുടച്ചെടുക്കാണ്ട്. ഇപ്പോൾ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ സ്ലാബൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി കിട്ടില്ല കേട്ടോ. പക്ഷെ അത് നല്ല കാര്യമാണ്, നമ്മുടെ പണികളൊക്കെ പെട്ടെന്ന് തന്നെ തീരുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. സ്ലാബൊക്കെ വൃത്തിയാണെങ്കിൽ നമുക്ക് ചെയ്യാനും ഒരു മടി ഉണ്ടാവില്ല, നമുക്ക് ആ ഒരു മടുപ്പ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോഴേക്കും ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചെറുള്ളി ഇട്ടാലും സവാള എന്നാണ് വരുന്നത്.
അപ്പോൾ നമ്മുടെ ഉള്ളി സംഭവങ്ങളൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മൂപ്പിച്ചെടുത്തിട്ടുള്ള ആ ഒരു മസാല പൗഡറും എല്ലാ കാര്യങ്ങളും അതിലോട്ട് എടുത്തിടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാട്ടോ. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫും കൂടി ഇട്ടിട്ടും നന്നായിട്ട് ഇളക്കുക. പിന്നെ നല്ല ചൂടുവെള്ളം വേണം ഇതിലൊഴിക്കാൻ കേട്ടോ, പച്ചവെള്ളം ഒഴിക്കാതിരിക്കുക. ഇതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റിൽ നമുക്ക് ബീഫ് കറി ഉണ്ടാക്കാൻ പറ്റും. പിന്നെ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെരിഞ്ജീരകപ്പൊടി ഇടാന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആദ്യം 8 വിസിലാണ് കേൾപ്പിക്കുന്നത്. ചിലവരുടെ കുക്കർ അനുസരിച്ചിരിക്കും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചോറിൻ്റെ വിസിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതേ ചോറൊക്കെ ഒന്ന് വാർത്തിടാണ് കേട്ടോ. ചോറ് വെച്ചാൽ തന്നെ നമുക്ക് ഭയങ്കര മനസ്സമാധാനമാണ്, കാരണം പിള്ളേർക്കും കൊടുക്കാം. അതേപോലെ തന്നെ ചോറിന് കുറച്ച് നേരം വേണമല്ലോ. അങ്ങനെ നമ്മുടെ അവിടെ വിസിലാവുന്ന സമയം കൊണ്ട് ഞാൻ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടാണ് കേട്ടോ വെക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കായനയിലും ടേസ്റ്റ് ഇപ്പം എനിക്ക് ഉരുളക്കിഴങ്ങായിട്ട് തോന്നാറുണ്ട്. പക്ഷേ ചീത്താവാനായിട്ട് ചാൻസ് കൂടുതലാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സുധിച്ചേട്ടന് അവിടെ ഇരുന്നിട്ട് ഇരിക്കപ്പുറത്ത് ഇല്ലാണ്ട് ബീഫ് വെന്തോ നോക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ വേവ് കുറവൊന്നുമില്ല, പക്ഷെ ഒരിത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഉപ്പിട്ടിട്ട് എന്ത് ചെയ്തു, ഉരുളക്കിഴങ്ങ് കൂടി ഇട്ടിട്ട് ഞാൻ 2 വിസിലും കൂടി കേൾപ്പിക്കാൻ കേട്ടോ. അപ്പോൾ എത്ര വിസിൽ ഇടണം, എന്തോരം ഉപ്പിടണം എന്നൊക്കെ ഇങ്ങനെ നിർദ്ദേശം. അപ്പോൾ ഞാൻ ഓക്കെ സാർ എന്നൊക്കെ പറഞ്ഞു വിടാം കേട്ടോ. സൂചിച്ചിട്ട് ഒരു സമാധാനമില്ല. ബീഫ്, ചിക്കൻ, മട്ടൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് ഭയങ്കര സമാധാനമൊക്കെ ഇടാണ്, നന്നാവോ എന്ന് കേട്ടോ. ചില സമയത്ത് ഫ്ലോപ്പായി കഴിഞ്ഞാൽ എനിക്ക് ടെൻഷനാണ്, പിന്നെ കണ്ണുപൊട്ടി ചീത്ത അങ്ങോട്ട് പറഞ്ഞാൽ. അപ്പോൾ അതിന് നല്ല ഞാൻ നോക്കിയും കണ്ടൊക്കെ ആയിട്ട് ഉണ്ടാക്കണം. പക്ഷേ ബീഫ് കറി എനിക്കിപ്പോൾ കണ്ണുപൂട്ടി ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റിൽ വരാറുണ്ട്. എനിക്ക് ടേസ്റ്റ് വലിയ പിടുത്തില്ലാത്ത ഈ മട്ടൻ സംഭവങ്ങളൊക്കെയാണ്. ചിക്കൻ കറിയും വലിയ കുഴപ്പമില്ലാണ്ട് വരാറുണ്ട് കേട്ടോ. പിന്നെ മട്ടനും പോർക്കൊക്കെ നമ്മൾ വല്ല കാലത്തല്ലേ മേടിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കാര്യമില്ല. അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ കളറും ആ ഒരു സ്ട്രക്ചറൊക്കെ കണ്ടാൽ തന്നെ അറിയില്ലേ ബീഫ് കറി എങ്ങനെ ഉണ്ടെന്ന്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ചെറുള്ളി ഇട്ടതിൻ്റെ അതിൻ്റേതായ സൂപ്പർ ഉണ്ടായിരുന്നു. ഇതിൻ്റെ 3 ദിവസം മുന്നേ ഞാൻ സവാള ഇട്ടിട്ട് ബീഫ് കറി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 100 മടങ്ങ് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇപ്പോൾ 12:30 മണിയൊക്കെ ആയിട്ടുണ്ട്. ആ സമയത്താണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ കൊച്ചു സുന്ദരി തുമ്പിക്കുട്ടി. പിന്നെ കുറച്ച് നേരം തുമ്പിയുടെ കൂടെ കളിച്ചു. അതിനുശേഷം സുക്രുമണിയും തുമ്പിയൊക്കെ റെഡിയായി അടിപൊളിയായി ഇരിക്കുന്നുണ്ട്. അവരുടെ ഭക്ഷണ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഇമോജി വെച്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുധിച്ചേട്ടൻ്റെ പല്ല് വെച്ച് കഴിഞ്ഞപ്പോൾ സുധിച്ചേട്ടൻ്റെ മുണ്ടാകെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുധിച്ചേട്ടൻ പറഞ്ഞു ഞാനിപ്പോൾ എന്തായാലും കുളിക്കുമല്ലോ അപ്പം മാറ്റാമെന്ന് പറഞ്ഞിട്ട് മുണ്ട് കുറച്ചിങ്ങനെ നനഞ്ഞിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ഇമോജി ഇട്ടത്. അതിന് അപാകത വേണ്ടാന്ന് വെച്ചിട്ട്. അങ്ങനെ അതായത് ഞങ്ങൾ 2 പേര് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ സുധിച്ചേട്ടനോട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, എനിക്കറിയാം ടേസ്റ്റ് ഉണ്ടെന്ന്, എന്നാലും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കേണ്ടത് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ആളുടെ വായിന്ന് നല്ലതാണെന്ന് കേൾക്കുമ്പോൾ കിട്ടുന്നൊരു നിർവൃതി അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ സുധിച്ചേട്ടനും പിള്ളേരും സുധിച്ചേട്ടൻ്റെ വീട്ടിലൊന്ന് പോയിട്ട് വന്നു. അപ്പോൾ തിരിച്ചു വന്നു കേട്ടോ. പോയിട്ട് തിരിച്ചു വന്നു. അപ്പോഴാണ് ഞാൻ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുവയിലത്താണ് കേട്ടോ വന്നത്. അപ്പോൾ സുധിച്ചേട്ടനോട് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കാൻ പോവുകയാണെന്നും. അങ്ങനെ ആളവിടെ ടി വി ഇരിക്കുന്ന നേരം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ജ്യൂസൊക്കെ ഉണ്ടാക്കുകയാണ്. ഓറഞ്ചിന് ഇപ്പോൾ വൻ വിലക്കുറവാണ് കേട്ടോ. 1.5 കിലോന് എത്രയോ 50-100 ആട്ടേ ഉള്ളൂ. 2.5 കിലോന് 100 അങ്ങനെ എന്തൊക്കെയാണ്, ഭയങ്കര വിലക്കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും തന്നെ മേടിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരമൊക്കെ ഇപ്പോൾ ഓറഞ്ച് ജ്യൂസാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടാ. ഉറങ്ങിയതിന് ശേഷം അത് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ എന്ത് ചെയ്യാം, ആ ഗ്ലാസ്സൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടാ. ഹലോ, ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ടത് ഞാൻ കുളിച്ചിട്ടില്ല ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചത് രാവിലെ അല്ല 12:30 മണിക്കാണ് കഴിച്ചത്. ഇനി അപ്പം തന്നെ ഞാൻ കുറച്ച് പോയി കിടന്ന് ഇപ്പോഴാണ് എണീറ്റത്. ഉറങ്ങിപ്പോയിട്ട് ഇപ്പോഴാണ് എണീറ്റത്. പിന്നെന്തിട്ടാ അപ്പോഴേക്കും 3 മണിയായിട്ടുണ്ട്. 3 മണിക്ക് ചോറിനും. ഞായറാഴ്ച സമയക്രമം ഒന്നുമില്ല കേട്ടോ. അത് ബാഡ് ഹാബിറ്റാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ച അങ്ങനെ ആയിപ്പോവും. മാറ്റണം അത്. എന്നാലും സുധിച്ചേട്ടനും പിള്ളേരും 2 പേരും കുളിച്ചു, ഞാൻ സുധിച്ചേട്ടനും ഇങ്ങനെ നിൽക്കുകയാണ്.
വൈകുന്നേരം ഇനി എന്തായാലും നമ്മൾ ബീച്ചിൽ പോകുന്നുണ്ട് കേട്ടോ. അഴീക്കോട് ബീച്ചിൽ പോകുന്നുണ്ട്. അവിടെ ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 21 മുതൽ 31 വരെ 10 ദിവസം ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇന്ന് എൻ്റെ തല കഴുകേണ്ട ദിവസമാണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാര്യത്തിൽ കുളിക്കാഞ്ഞത്. വേഗത്തിൽ എത്രയും പെട്ടെന്ന് നടക്കില്ല തല കഴുകില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം വേണം. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ കഴുകാഞ്ഞത്. അപ്പം അത്രേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ ചോറിനാൻ പോവാണ്. ബീഫ് കറിയും ചോറ് മാത്രമേ ഉള്ളൂ. അത് തിന്നിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ചോറൊക്കെ തിന്നിട്ട് നമ്മൾ അഴീക്കോട് ബീച്ച് ഫെസ്റ്റിന് പോകണ്ടിട്ട് അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നതാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.